ഇതാണ് ബെത്ലഹേമോ? അതാണ് സ്റ്റാർ മാജിക്. ഇതാണോ കാലിത്തൊഴുത്ത്? കാശ്മീരാണോ ഇത്? അത് ഫിൻലൻഡ് ആണോ? എന്തൊരു രസമായി. ക്രിസ്മസ് ഇവിടെയാണ് മക്കളെ, ക്രിസ്മസ് ഇവിടെയാണ്. അതുകൊണ്ടല്ലേ വീട്ടിലെ സെലിബ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ നമ്മൾ സ്റ്റാർ മാജിക്കിലേക്ക് വിളിച്ചത്. എന്തായാലും കറക്റ്റ് സമയത്ത് എനിക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല, കാരണം ഇതിനു മുമ്പും ഞാൻ 2-3 പ്രാവശ്യം ഫാമിലി ആയി. അപ്പൊ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്താ പറയാ, ഒരു ജനരോഷമാണ്. സോറി, ജനവികാരം. നേരത്തെ പറഞ്ഞു ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു അർത്ഥം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി. അതെ, അപ്പൊ ആ അർത്ഥവത്തായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ രോഷം കൊള്ളിക്കാത്ത രീതിയിൽ ഒരു ക്രിസ്മസ് വിഷസ്. പിന്നെ ഈ പാട്ടുണ്ടല്ലോ, കാലാകാലങ്ങളെ ഇപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ സ്ഥിര ഉത്രാട പൂനിലാവേ എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്ന പോലെ വേറൊരു പാട്ടുണ്ട്, ഭയങ്കര അതിനേക്കാളും വലിയൊരു പാട്ടുണ്ട്, ഉത്രാട പൂനിലാവേ എന്ന് പറഞ്ഞു. ക്രിസ്മസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ക്രിസ്മസ് വന്ന യഹൂദയായിലെന്ന് കേൾക്കുമ്പോ അത് ദാസാറുടെ ആ ഒരു ശബ്ദത്തിലൊന്ന് കേൾക്കുമ്പോ അത് ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര ക്രിസ്മസ് ഉണ്ടെങ്കിലും ഇത് ഒരു സംഭവം തന്നെ എവർഗ്രീൻ പാട്ടാണ്. പാട്ടിന്റെ അർത്ഥം ഇവിടെ ഉള്ള ആർക്കും മനസ്സിലായില്ലല്ലോ. അല്ലല്ല, അത് അവരുടെ കാര്യം, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസ് വിഷസ് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എന്താ പറയാ, ആഘോഷിക്കാൻ പറ്റുന്ന സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ എന്താ പറയാ, കാണാൻ വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ ആഘോഷങ്ങളും. നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ ചില ആഘോഷങ്ങൾ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷം ഉള്ള ഒരു സമയമാണോ അത് ഗംഭീരമായിട്ട് ആഘോഷിച്ചോണം. ചേച്ചി നമുക്കായിട്ടൊരു സോങ് തന്നു, നല്ലൊരു വിശ്വസം ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്ന സ്ഥിതിക്ക് വന്ന ഉടനെ തന്നെ എങ്ങനെ ക്രിസ്മസിന് വന്നിട്ട് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ക്രിസ്മസ് സിനിമയിലെ ചില ഒരു കാര്യം പെട്ടെന്ന് ഓർത്തുപോയി. ഒന്ന് അയവിറക്കി നിങ്ങളെല്ലാം ഒന്നുമില്ല, ഞാൻ എപ്പോഴും എന്റെ സ്ഥിരം പരിപാടി ഡിസംബർ 1-ാം തീയതി കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പം നമ്മളെ OTT-ൽ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ട് ഞാൻ കാപ്പി കുടിക്കും. ക്രിസ്മസിനെ സംബന്ധിച്ച് അതിനുവെച്ചാൽ എനിക്ക് ഭയങ്കര ക്രിസ്മസ് വന്നു. ഈ ഇംഗ്ലീഷുകാരാണ് കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസിന്റെ സിനിമകൾ, ഒരുപാട് ക്രിസ്മസ് സിനിമ. അപ്പൊ എനിക്ക് ഇപ്പോഴും ചിരി അടക്കാൻ പറ്റാത്ത ഒരു ലാസ്റ്റ് കണ്ട ക്രിസ്മസ് സിനിമ, ഒരു ഇന്ത്യൻ പയ്യൻ ഒരു നോർവേ ഗേളിനെ കല്യാണം കഴിച്ച് നോർവേ അമ്മേന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫുഡും അവരുടെ ഫുഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത് നോർവേ അമ്മായിമ്മയ്ക്ക് തീരെ പിടിക്കണില്ല നമ്മുടെ ഇത്. പുള്ളിക്കാരൻ വന്നിട്ട് ഒച്ചയെടുക്കുന്നു, സംസാരിക്കുന്നു, പള്ളി കുർബാനയ്ക്കിടെ പുള്ളി ഫോൺ വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ കൾച്ചറെ നോർവേക്കാർക്ക് പിടിക്കാത്തൊരു സാഹചര്യത്തിൽ ലാസ്റ്റ് നമ്മുടെ പുള്ളിക്കും നല്ല സ്പൈസി ആയിട്ട് എരിവുള്ള ഫുഡ്. ഇവരാണ് അതൊന്നും അല്ല. ഏറ്റവും ലാസ്റ്റ് ഇവർ ക്രിസ്മസ് ഡിന്നറിന് ക്രിസ്മസ് പാപ്പയായിട്ട് ഈ മനുഷ്യൻ ഉണ്ടത്തല്ല്. അങ്ങനെ ഒരു സിനിമ എന്റെ ജീവിതം, അതൊരു ഇംഗ്ലീഷ് സിനിമയില് ക്രിസ്മസ് പാപ്പയായിട്ട് ഇന്ന് വരെ ക്രിസ്മസ് പാപ്പ അനങ്ങാതെ ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ അതോടുകൂടി എന്റെ ക്രിസ്മസ് സീരീസ് സിനിമകൾ ഞാൻ അവസാനിപ്പിച്ചു. എന്തായാലും തുടക്കം തന്നെ നല്ലൊരു കഥ പറഞ്ഞ ഒറ്റയ്ക്ക് ചിരിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സിനിമയുടെ പേര് ക്രിസ്മസ് ഫോർ എവർ, അങ്ങനെ എന്തോ ആണ്. കഥ നിങ്ങൾക്ക് ക്രിസ്മസ് പാപ്പാക്കുണ്ടായ അമ്മിളി അല്ല, എന്റെ ക്രിസ്മസ് പാപ്പയുടെ കഥ കുറച്ചുകൂടി ഉണ്ട്. അതെന്താ ക്രിസ്മസ് പാപ്പ ചുമ്മാ ഒന്ന് തല്ലു പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സാന്റാക്ലോസിന്റെ മറ്റേ ഇത് മാറ്റിയപ്പോഴാണ് ഇത് പുള്ളി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പഴയ ലൈനായിരുന്നു ക്രിസ്മസ് പാപ്പയായിട്ട് വന്നത്. ആ ദേഷ്യം ഓങ്ങി വെച്ചിട്ട് പുള്ളി ക്രിസ്മസിന്റെ മറ്റേ ഇതെല്ലാം എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോ ഇവര് തമ്മിൽ ഉണ്ടപ്പെടുത്തം നടത്തിയത്. സിനിമയുടെ പേര് മിന്നൽ മുരളി. അല്ല, എന്തായാലും ആ കഥ നിർത്തിയെടുത്തുനിന്ന് വീണ്ടും തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇന്നത്തെ വൈബ് ഇത് തന്നെയാണ്. ഇങ്ങനത്തെ കളിയാണ് നമുക്ക് വേണ്ട. അയ്യോ, വെള്ളി വരെ എനിക്ക് വീഴുന്നു ആ ചിരി. പാട്ടിലുണ്ടായിരുന്നല്ലോ വലിയ മേഘങ്ങൾ. അതുപോലെ അസീസ് ഭായ് ഗംഭീര ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഓർത്തു നിങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളോട്ട് പോയിട്ട് കാല് കുത്താൻ മറന്നുപോയി നടക്കുന്ന ഒരു പക്ഷേ കാല് കുത്തിയാൽ അത് ഇവിടെ കുത്തുള്ളൂ അല്ലേ? അത് കലക്കിയിട്ടോ മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ഒരു റോള്. അങ്ങനെ പറന്ന് ഇന്ന് കാല് കുത്തിയിട്ടേ ഉള്ളൂ. അതെ, മറന്നിരിക്കുന്നു. അതെ.